ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ്. ഹൗ ആർ യു എവരിബഡി? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനവും സന്ധ്യാവന്ദനവും. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പോവുകയാണ്. You are going to reach into the destiny of your life. ഇതുവരെ കഴിഞ്ഞ ചില ഫെയിലുവർ ലൈഫിനെ കുറിച്ചും മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചതിനെ കുറിച്ചും നിങ്ങൾ ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട. You no need to think and worry about your failures and the things what others did against you. നിങ്ങൾക്ക് എതിരെ ഒരുപാട് എഴുത്തുകളും പ്രശ്നങ്ങളും സംസാരങ്ങളും ഒക്കെ ഉണ്ടായി കാണും. Sometimes sometimes somebody wrote against you, somebody talked against you. യേശുക്രിസ്തുവിനെതിരെ ഒരുപാട് പ്രൊപ്പഗണ്ടകൾ ഇറക്കി. And even in front of against Jesus, a lot of people stood against. എന്നാൽ യേശുവിനെ തകർക്കാൻ അവർ ഒരുപാട് ശ്രമിച്ചു. And they all tried to destroy him. പിതാവിന്റെ സമയം വരെ പറ്റിയില്ല. But they were unable to do anything with Jesus until Father's time come. അതെല്ലാം പിതാവിന് ഒരു ടൈം ഉണ്ട്. And there is a particular time, due time for the Father. ഒരു പർട്ടിക്കുലർ ടൈം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. And God has set a due time for you. The kingdom of God, if you want to discover your purpose, you must know the important person, the Holy Spirit. ദൈവരാജ്യത്തിൽ നിങ്ങൾക്കുള്ള പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ അറിയണമെങ്കിൽ അത് പരിശുദ്ധാത്മാവെന്ന പ്രധാന വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളെ ദൈവം ഒരു കിങ്ഡം ബിൽഡർ ആക്കി മാറ്റുകയാണ്. God is making you as a kingdom builder. ആമേൻ. ഈ ഭൂമിയിൽ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിത്യതയിലും പ്രയോജനപ്പെടാൻ പോകും. The things what you are doing in this world is going to be benefit in the eternity. എല്ലാം അനുകൂലമായ സാഹചര്യത്തിലല്ല ദൈവം നിങ്ങളെ കൊണ്ട് ചിലത് ചെയ്യിക്കാൻ പോകുന്നു. And God is going to do something through you and with you, not in a favorable situation where you are right now. യാക്കോബിനെ ദൈവം ക്ഷാമകാലത്ത് വിതയ്ക്കാൻ ഇടയാക്കി. And God enabled Jacob to sow his seed in the time of famine. ഒരു കാര്യം ഓർത്തോണം. You have to remember one thing. നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷാമകാലത്ത് വിതയ്ക്കാൻ ദൈവം പറഞ്ഞാൽ വിതയ്ക്കണം. At the time of famine, if God asks you to sow, you sow it. ഇസഹാക്കിന്റെ ജീവിതത്തിൽ At the life of Isaac, ചിലത് ചെയ്യാൻ ക്ഷാമകാലമുണ്ടായി. and there was a time of famine. പൗലോസിന്റെ ജീവിതത്തിൽ In the life of Apostle Paul, ചില ക്ഷാമകാലമുണ്ടായിരുന്നു. there was a time of famine. പത്രോസിന്റെ ജീവിതത്തിൽ ചില ക്ഷാമകാലമുണ്ടായിരുന്നു. The life of Peter, even he had the time of famine. ആമേൻ. നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. You don't need to fear. ആമേൻ. യൂദ ചില കാര്യങ്ങൾ ചെയ്യണമായിരുന്നു, അതിന് ചില ക്ഷാമകാലങ്ങൾ ഉണ്ടായിരുന്നു. And Jude want to do something, there was a famine time for him as well. ആമേൻ. ആയതുപോലെ ആമേൻ യോന ചിലത് ചെയ്യാൻ അവന് ക്ഷാമകാലം ഉണ്ടായിരുന്നു. At the same way, Jonah have to do something so that he also faced the time of famine in his life. നമ്മുടെ ജീവിതത്തിൽ ചില ക്ഷാമകാലങ്ങളുണ്ട്. There are certain period of famine in all of our life. ചിലരുടെ ക്ഷാമം എന്ന് പറയുന്നത് അവരെ തകർക്കാനായിരിക്കും. And somebody's life, the famine will come to destroy them. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ക്ഷാമം അവനെ തകർക്കാനല്ല, അവനെ ലക്ഷ്യ പോയിന്റിൽ എത്തിക്കാൻ. But for a child of God in his life, the famine is not going to destroy him, but it's a blessing and it's going to take him to the destiny. കാണുന്ന ദൃശ്യമണ്ഡലത്തെക്കാൾ യഥാർത്ഥമാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ആത്മമണ്ഡലം. The spiritual realm and spiritual world is so real than the natural world, what we see with our physical eyes. ആ ആത്മമണ്ഡലത്തെ കാണണമെങ്കിൽ, in order to see that spiritual realm, പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ അകം കണ്ണ് തുറക്കപ്പെടണം. we must open our inner eyes with the help of the Holy Spirit. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ, once the Holy Spirit work in you, you will find solutions for the problems and crisis in your families, business, education, job and church. പരിശുദ്ധാത്മാവിനോട് കൂടെ നിങ്ങൾ ചലിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ ജോലിയിൽ വരുന്ന പ്രശ്നങ്ങളുടെ ഒരു പരിഹാരത്തെ നിങ്ങൾ കാണുവാൻ കഴിയും. Holy Spirit brings
light into darkness. Holy Spirit brings life into barrenness and order out of chaos. പരിശുദ്ധാത്മാവ് ഇരുളിൽ നിന്ന് നമ്മെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ശക്തിയാണ്. പരിശുദ്ധാത്മാവ് ശൂന്യതയിൽ നിന്ന് നിറവ് നമ്മിൽ കൊണ്ടുവരുന്ന ശക്തിയാണ്. പരിശുദ്ധാത്മാവ് അതേ ഓർഡർ ഇല്ലാതെ ബന്ധം വിച്ഛേദിക്കപ്പെട്ട് കിടക്കുന്ന മേഖലകളിൽ ഒരു ഓർഡർ കൊണ്ടുവരുന്ന ശക്തിയാണ്. Chaos എന്ന് പറഞ്ഞാൽ വേദന ഉള്ള അനുഭവം. Chaos means the painful situation in your life. ഈ വേദനകളെ ദൈവം എടുത്തുകളെ. God will remove this pain. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുടെ ജീവിതത്തിന്റെ വേദനകളെ കംപ്ലീറ്റ് കർത്താവ് ഒപ്പിക്കളയാൻ പോകുകയാണ്. Right now when I am speaking this, those who are facing pain in your life, God is wiping away all the pain what you are facing. നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല, അത് വലുതാണ്. Right now the problem what you are facing is not small, it's big. ഓരോരുത്തരുടെ ജീവിതത്തിലും ക്ഷാമങ്ങളുണ്ട്. And each and everybody's life there are certain period of famine. ആത്മീകന്റെ ജീവിതത്തിലും അനാത്മീകന്റെ ജീവിതത്തിലും ക്ഷാമങ്ങളുണ്ട്. In the life of a spiritual man and in the life of a carnal man there is time of famine. ഇത് രണ്ടും രണ്ട് നിലയിലാണ്. But it's happen in two different ways. എന്നാൽ ആത്മീകത്തിൽ നിൽക്കുമ്പോൾ, but once we stand firm in the spirituality, ഇതിന്റെ മുൻപിൽ പരിശുദ്ധാത്മാവ് നമ്മെ നിർത്തും. in front of this famine Holy Spirit will help us to stand. ഇന്നത്തെ ദൂത് മറക്കരുത്. Do not forget today's message. നിങ്ങൾ ക്ഷാമകാലത്ത് വിതയ്ക്കാൻ തയ്യാറായിരിക്കും. Get ready to sow your seed in the time of famine. നിങ്ങൾ കാറ്റിനെ നോക്കുന്നില്ല. You are not looking into the wind. നിങ്ങൾ മഴയെ നോക്കുന്നില്ല. You are not looking into the rain. നിങ്ങളോട് വിതയ്ക്കാൻ പറഞ്ഞ ദൈവം, the God who asked you to sow your seed, നിങ്ങൾ ദൈവത്തെ അനുസരിച്ചത് നിമിത്തം, because you obeyed the God, നിങ്ങളുടെ വിത ഒരു ഫലമായി മാറും. you are sowing of seed is going to become a great blessing. ക്ഷാമകാലത്ത് 100 മേനി വിളവ് തരും. In the time of famine you are going to harvest 100-fold. ദൈവം നിനക്ക് വേണ്ടി ഹാർവെസ്റ്റ് കൊണ്ടുവരാൻ പോകുന്നു. God is going to bring a harvest for you. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. I'm going to pray for you. നസ്രേനായ യേശുവേ, Jesus the Nazarene, ഈ ജനത്തെ bless you. I bless the children of God. വലിയ harvest, a great harvest, ഒരു വലിയ harvest a big harvest ഈ ജനത്തിൽ കൊടുക്കാൻ പോകും. oh thank you for giving them upon them. ഞങ്ങൾ അത് സ്വീകരിക്കും. We receive that. അങ്ങയുടെ മഹിമ ഇറങ്ങണം. Let your glory come down. ഇപ്പോൾ ഒരു രോഗസൗഖ്യം സംഭവിക്കട്ടെ. Right now let a healing take place. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും each and everybody's life രോഗങ്ങൾ മാറട്ടെ. let all the sickness be healed. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ കൽപ്പിക്കട്ടെ. Lord send a financial breakthrough. സ്പിരിച്വൽ ഡോറുകൾ തുറക്കപ്പെടട്ടെ. let spiritual doors be open. ലോങ് ലൈഫ് കൊടുക്കണമേ. give them long life. ഏതെല്ലാം വിഷയത്തിൽ മനസ്സറിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ അവരുടെ എല്ലാം ജീവിതം അനുഗ്രഹമാകട്ടെ. and whatever the areas, whatever the problem with that they are pain overwhelming in their heart, God deliver them. യേശുവിൻ നാമത്തിൽ. In Jesus name we. ആമേൻ. Amen. God bless you. Love you. ക്ഷാമത്തിലൂടെ പോകുന്നെങ്കിലും ഭാരപ്പെടേണ്ട. ദൈവം നിങ്ങളുടെ ക്ഷാമത്തെ ഹാർവെസ്റ്റ് ആക്കി മാറ്റാൻ പോകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. God bless you. If you are going through a famine situation, don't worry. God is going to change your famine into a harvest and blessing.